അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ 9ാം ക്ലാസ്സിലെ അറബിയുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിത് കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അതൊന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇഖ്റഇൽ ഫിഖ്റത വഅജിബ് ഹസ്ബൽ ഇർഷാദാത്തി. ആ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാനാണ്. സ്വബാഹൻ ഖറജ മാജിദ് മഅ അബീഹി ഇലൽ മത്താരി. രാവിലെ മാജിദ് തൻ്റെ ഉപ്പയോടൊപ്പം എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. വലാ യസാലു യഹ്ലുമു, അവൻ ഡ്രീം ചെയ്തുകൊണ്ടേയിരുന്നു. മുഷാഹദത്ത് മുബാറയാത്തി കസിൽ ആലം, മുഷാഹദത്ത് കാണൽ മുബാറയാത്തി കസിൽ ആലം, വേൾഡ് കപ്പ് മാച്ചുകൾ മുബാശിറ നേരിട്ട് കാണുന്നത് അവനിങ്ങനെ ഡ്രീം ചെയ്യാണ്, സ്വപ്നം കാണുകയാണ്. വസലത്ത് സയ്യാറത്തു, കാറ് എത്തി, ഇലൽ മത്താരി എയർപോർട്ടിലേക്ക്. വറക്കിബ മാജിദുൻ, മാജിദ് കയറി, വ അബൂഹു എൻ്റെ ഉപ്പയും അത്വാഇറ പ്ലെയിനിൽ കയറി. റഹബത്ത് ബിഹിമ, അവർ രണ്ടുപേരെയും സ്വാഗതം ചെയ്തു. മുദീഫത്തു ത്വയ്റാൻ, ഹെയറോസ്റ്റസ്. തർഹീബൻ ഹാറൻ, എ വാം വെൽക്കം. ഹബത്തത്തി ത്വാഇറത്തു, പ്ലെയിൻ ഇറങ്ങി. ഫി മത്താരി ദോഹ ദുവലി മസായൻ, ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി മസായൻ വൈകുന്നേരം. ഇതാണ് പാരഗ്രാഫ്. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, കമ്മിലിൽ ഫറാഗ, ഈ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അൽ മക്കാനുല്ലതി തെർക്കുബ് മിന്നു ത്വാഇറത്തു. അൽ മക്കാനു സ്ഥലം, അല്ലതി തെർക്കുബ് മിന്നു നെർക്കുബ് മിന്നു ത്വാഇറ, നമ്മൾ വിമാനം കയറുന്ന സ്ഥലം. വിമാനം കയറുന്ന സ്ഥലത്തിന് എന്താ പറയുക? എയർപോർട്ട് അല്ലേ. എയർപോർട്ടിന് എന്താ അറബി? അൽ മത്താർ. മത്താർ എന്നതാണ് അല്ലേ. അപ്പോൾ അവിടെ മത്താർ എന്ന് എഴുതുക. അടുത്തത് തുറഹിബുന, നമ്മളെ വെൽക്കം ചെയ്യും. വ തുഖദ്ദിമുലന, നമുക്ക് നൽകും. അൽ ഖിദ്മാത്തി ഫി ത്വാഇറ, പ്ലെയിനിൽ വെച്ചിട്ട് നമുക്ക് സേവനങ്ങൾ നൽകുന്നതും നമ്മളെ സ്വാഗതം ചെയ്യുകയും ചെയ്യും. അതാരാണ് ചെയ്യുന്നത്? ഓക്കെ, ഹെയർ ഹോസ്റ്റസ് ആണല്ലേ. അപ്പോൾ ഹെയർ ഹോസ്റ്റസിന് എന്താ അറബി? മുളീഫത്തു ത്വയ്റാൻ. ഓക്കെ. മൂന്നാമത്തത് ദഹബ മാജിദുൻ, മാജിദ് പോയി. ലി മുഷാഹദത്തി മുബാറയാത്തി, ലി മുഷാഹദത്തി കാണാൻ, മുബാറയാത്തി മാച്ചുകൾ. ഏത് മാച്ചുകൾ കാണാനാണ്? കസിൽ ആലം, ഒന്നാമത്തെ വരിയിൽ കസിൽ ആലം അല്ലേ. ഇനി ബാ ഉക്തുബുൽ ജുമല വല അലാമത്ത സ്വഹി ഔ ഖത്ത. നമ്മൾ ശരിയായ ഈ ജുംലകൾ എഴുതിയിട്ട് ശരി അടയാളപ്പെടുത്താൻ, തെറ്റിന് തെറ്റ് അടയാളപ്പെടുത്താനാണ്. ഓക്കെ. വസ്വല മാജ്, അപ്പോൾ ഈ ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നത് നമ്മുടെ മുകളിൽ തന്നിട്ടുള്ള ആ പാരഗ്രാഫ് നോക്കിയിട്ടാണ് കേട്ടോ. വസ്വല മാജിദുൻ ഫി മത്താരി ദോഹ മസാഅൻ, വൈകുന്നേരമാണ് ദോഹ എയർപോർട്ടിൽ അവരെത്തിയത്. ശരിയല്ലേ? ശരിയാണല്ലേ. അപ്പോൾ അതിന് ശരിയിടാം. ഖറജ മാജിദുൻ മാ അഖീഹി ഇലൽ മത്താരി. ഖറജ മാജിദുൻ, മാജിദ് പുറപ്പെട്ടു. മാ അഖീഹി, തൻ്റെ സഹോദരനോട് കൂടെ. ഇലൽ മത്താരി എയർപോർട്ടിലേക്ക്. അങ്ങനെയാണോ പറഞ്ഞത്? മാ അബീഹി എന്നല്ല പറഞ്ഞത്. അപ്പോൾ അത് തെറ്റാണ്. ദഹബ മാജിദുൻ, മാജിദ് പുറപ്പെട്ടു. ഇലൽ മത്താരി എയർപോർട്ടിലേക്ക്. ഫി ത്വാഇറത്തി, പ്ലെയിനിൽ പുറപ്പെട്ടു. അങ്ങനെയാണോ? അല്ലല്ലോ, അത് സയ്യാറത്തിലല്ലേ പുറപ്പെട്ടത്. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ പാരഗ്രാഫ് ആയിരിക്കും, ചിലപ്പോൾ കവിതകളായിരിക്കും. ഓക്കെ, എങ്ങനെയായാലും അതിൽ നിന്നുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരിക. രണ്ടാമത് നോക്കുക, നമ്മൾ ആ ഒരു ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? മുത്തറാദിഫുകൾ പഠിച്ചിരുന്നു. ഒരേ അർത്ഥം വരുന്ന പദങ്ങൾ നമ്മൾ ക്ലാസ്സിൽ വെച്ചിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഇഖ്തർ മിനൽ മുറബ്ബഇ, ആ കള്ളിയിൽ നിന്ന് നമുക്ക് കണ്ടെത്താം മുത്തറാദിഫൽ കലിമാത്തി, സെയിം മീനിങ് വരുന്ന കലിമത്തുകൾ. മുത്തറാദിഫ് പറഞ്ഞാൽ സെയിം മീനിങ് വരുന്ന പദങ്ങൾ കണ്ടെത്താം. അല്ലത്തി തഹത്ത ഖത്തുൻ, താഴെ അടിവരയിട്ട, ഖത്ത് പറഞ്ഞാൽ അടിവര അല്ലേ, വരയിട്ട ആ പദങ്ങൾക്ക് ഉള്ള അതേ അർത്ഥം വരുന്ന പദങ്ങൾ ആ ബോക്സിൽ നിന്ന് കണ്ടെത്താം. വംല ഇൽ ഫറാ, ആ വിട്ട ഭാഗം പൂരിപ്പിക്കാം. നോക്കൂ, അസമ മാജിദുൻ, മാജിദ് ഉറപ്പിച്ചു. അലാ ദിറാസത്തിൽ ലുഅൽ അറബിയ, അറബി ഭാഷ പഠിക്കാൻ ഷഹഫൻ, ആഗ്രഹത്തോടെ.
ഇഷ്ടത്തോടെ അസ്ന ഔദത്തിഹി അവൻ മടങ്ങുന്നതിനിടയിൽ ഇലൽ ബൈത്തി വീട്ടിലേക്ക് ഇസ്തറ അവൻ വാങ്ങി കുത്തുബൻ അറബി ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങൾ വാങ്ങി. അപ്പോൾ ആ ബ്രാക്കറ്റുള്ളതൊന്ന് റുജൂഅ് മടങ്ങൽ, ഹുബ് പിന്നെ സ്നേഹം, മുഫല്ലൽ അല്ലേ ശ്രേഷ്ഠമായ. അപ്പം ഇനി അതിൽ നമ്മൾ ഷഹഫ് ഔദത്ത് ഈ രണ്ട് പദത്തിൻ്റെയും അർത്ഥം അതേ അർത്ഥം വരുന്ന പദങ്ങൾ മുകളിലത്തെ കള്ളിയിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ്. നമുക്ക് നോക്കിയാൽ അറിയാം. അസമ മാജിദുൻ അല ദിറാസത്തിൽ വൽ അറബിയ ഹുബ്ബൻ ഷഹഫ് എന്നുള്ളതിൻ്റെ അതേ അർത്ഥം വരുന്ന ഹുബ്ബൻ. അസ്ന ഔദത്തിഹി ഔദത്ത് എന്നുള്ളതിൻ്റെ അതേ അർത്ഥം വരുന്ന റുജൂഇഹി. അപ്പോൾ അതോടെ പൂർത്തീകരിച്ചിട്ട് എഴുതാനാണ്. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ വരുന്നത് ഇഖ്റൽ ജുമല വ കമ്മിൽഹ കമാ ഫിൽ മിസാൽ. നമ്മൾ മുകളിലുള്ളത് പോലെ അത് പൂരിപ്പിക്കാൻ വളരെ സിമ്പിളായിട്ടാണ് അല്ലേ. കാല മാജിദ് ലി സ്വദീഖിഹി തൻ്റെ കൂട്ടുകാരനോട് മാജിദ് പറഞ്ഞു, മിം ഫദ്ലിക് ഹാത്തി കലമക്, മിം ഫദ്ലിക് പ്ലീസ് ഹാത്തി കലമക് നിങ്ങളുടെ പെന്നൊന്ന് തരുമോ അല്ലേ. അപ്പോൾ അതേപോലെ വേറൊന്നും ഉണ്ടാക്കാനാണ്. കാല അഹമ്മദ് ലിയാഹിഹി അഹമ്മദ് തൻ്റെ സഹോദരനോട് പറഞ്ഞു, മിം ഫദ്ലിക് ദറാജത്തക് ഹാത്തി ദറാജ നിങ്ങളെ പിന്നെ നിൻ്റെ സൈക്കിളൊന്ന് തരുമോ. ഓക്കെ, ദെൻ കാലത്തിൽ അതേപോലെ തന്നെ മറ്റൊന്ന് ഉമ്മ കുട്ടിയോട് ബിൻത്തിനോട് പറഞ്ഞു, തഫല്ലലി ഹാദിഹി ഹദിയത്തുല്ല ഇതാ ഹദിയത്തുല്ലക്കി ഇത് നിനക്കുള്ള ഒരു സമ്മാനമാണ്. അതേപോലെ കാലത്ത് മുദരിസത്ത് ലിൽ ഫായിസ ഫായിസയോട് മുദരിസത്ത് പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, തഫല്ലലി ഹാദിഹി ജായിസത്തുല്ലക്കി ഇത് നിനക്കുള്ള ഒരു സമ്മാനമാണ്. ഓക്കെ, അത് നമുക്ക് അങ്ങനെ അതേപോലെ ആ ഉദാഹരണം എങ്ങനെയാണോ വന്നിട്ടുള്ളത് അതേപോലെ മറ്റൊരു ഉദാഹരണം ഉണ്ടാക്കി എഴുതാനാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. ഇനി മറ്റൊന്ന് ലാഹിൽ സൂറത്ത് വായിദ് തഅലീഖൻ. ഇവിടെ നമ്മളൊരു പിന്നെ വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു പിക്ചർ കാണുന്നു. ഇതിനൊരു അടിക്കുറിപ്പ് നൽകാനാണ്. നമ്മൾ വെള്ളവുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. ആ ഖത്റാത്തുൻ തൽമഉ എന്നുള്ള പിന്നെ അതുപോലെ നുജൂമുൻ സർഖാത്തത്തിലോ എന്നുള്ള പാഠമൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അതിനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പിന്നെ പിക്ചർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു അടിക്കുറിപ്പ് നൽകാനാണ് നമ്മളോട് പറഞ്ഞത്. ഒരു അടിക്കുറിപ്പ് നമ്മൾ എങ്ങനെ കൊടുക്കാം അല്ലേ. പിന്നെ വെള്ളം ജീവൻ്റെ അടിത്തറയാണ്. അൽമാ ഉ അസാസുൽ ഹയാത്തി, അല്ലെങ്കിൽ അൽമാ ഉ സമീനുൻ ലാ തുളയ്യ് അല്ലേ. വെള്ളം അമൂല്യമാണ്, അത് ഒരു പിന്നെ തുള്ളി പോലും പാഴാക്കരുത്. നമ്മൾ ആ പാഠഭാഗത്തിലുണ്ടല്ലോ, ആ പോസ്റ്ററിലൊക്കെ തന്നിട്ടില്ല. അതൊരു ഇത് നിങ്ങളെന്ത് ചെയ്യുക ഒന്ന് നോക്കി വെക്കുക. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു അടിക്കുറിപ്പൊക്കെ വരാം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ഇനിയുള്ളത് 10 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾക്ക് 6 ഉത്തരം മാത്രം എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ 7 ഉണ്ടാവും, 6 ഉത്തരം എഴുതുക. നോക്കാം. ഒന്നാമത്തത് നമുക്കിതിൽ പിന്നെ ഒന്നാമത്തത് നോക്കാം. അതിൽ 10 മുതൽ 17 വരെ ആകുമ്പോൾ 7 ചോദ്യങ്ങളുണ്ടാകും. അതിൽ നിന്ന് പിന്നെ 8 ചോദ്യങ്ങളുണ്ടാവും അല്ലേ. അതിന് 6 എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ. രണ്ടാം നമുക്ക് ഓപ്ഷനാണ് വഫ്യഖ് ബൈനൽ ഷഖ്സിയാത്തി വൽ മുഹാവറാത്തി. ഈ ആളുകളുടെയും അതുപോലെ അവരുടെ സംഭാഷണവും നമുക്കൊന്ന് എന്ത് ചെയ്യാനാണ്, നമുക്ക് പിന്നെ കൂട്ടിയോജിപ്പിക്കാൻ. അത് നമുക്ക് നമ്മളുടെ ആ ഒരു പിന്നെ എടുക്കാത്ത ഭാഗത്തുനിന്ന് വന്നതുകൊണ്ട് നമുക്കത് ശ്രദ്ധിക്കേണ്ട. അതങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് അതെന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് ഫിക്രത്ത വാജിബ് അനിൽ അസ്ഇല. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാനാണ്. ഇൻതഷറൽ ഫസാദു ഫിൽ ബരി വൽ ബഹരി. ഇൻതഷറ പരന്നു, വ്യാപിച്ചു, സ്പ്രെഡായി, അൽ ഫസാദു പ്രോബ്ലംസ്, ഫിൽ ബരി വൽ ബഹരി കടലിലും കരയിലും. ലുവ്വിസത്തിൽ മിയാഹു ബി അഫ്ആലിന്നാസി ജനങ്ങളുടെ പ്രവർത്തനം കാരണം വെള്ളം മലിനമാക്കപ്പെട്ടു. യഹ്മിലു നെഹ്റു പുഴ വഹിക്കുന്നു, അൻ നജസാത്തി നജസുകളെ വഹിക്കുന്നു. അൻ നുഫയാത്തു വേസ്റ്റുകൾ, മുൻതശിറത്തുൻ അത് വ്യാപിച്ച് കിടക്കാൻ സ്പ്രെഡായി കിടക്കുകയാണ്, ഫീ കുല്ലി മക്കാനിൻ എല്ലാ സ്ഥലത്തും. ഇന്ന ഫിൽ അർലി ഭൂമിയിൽ ഉണ്ട്, നിലാമൻ ഒരു ഘടനയുണ്ട്, മിസാലിയൻ മാതൃകാപരമായ ഒരു ഘടനയുണ്ട്, വലാക്കിൻ പക്ഷേ അഫ്സദഹുന്നാസു ജനങ്ങൾ അതിനെന്ത് ചെയ്തു, ഫസാദാക്കി, ഇല്ലാതെയാക്കി. ഇനി ഇതിന്ന് ചോദ്യം നോക്കൂ. അയിന് ഇൻതശറൽ ഫസാദു എവിടെയാണ് പ്രോബ്ലംസ് പ്രശ്നങ്ങൾ വ്യാപിച്ചത് എവിടെയാണ്. അപ്പോൾ എവിടെയാണ് ഇവിടെ പറഞ്ഞത്, ഫിൽ ബരി വൽ ബഹരി കരയിലും കടലിലും. അടുത്തത്
മാതാ അസ്വാബൽ മിയാഹ വി അഫ് അൽനാസി. മാതാ അസ്വാബൽ മിയാഹ, വെള്ളത്തിന് എന്താണ് സംഭവിച്ചത്, വി അഫ് അൽനാസി, ജനങ്ങളുടെ പ്രവർത്തനം കാരണം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വായിച്ചു നോക്കാം. അപ്പോൾ അതിലുണ്ടാവും എന്താ, ഓ ജനങ്ങളുടെ പ്രവർത്തനം കാരണം എന്ത് ഇതായി, ലുവ്വിസ അല്ലേ, ലുവ്വിസത്തിൽ മിയാഹു, വെള്ളം മലിനമായി. അപ്പം അതാണ് ഉത്തരം എഴുതേണ്ടത്. മൻ അഫ്സദ നിലാമൽ അർലി, മൻ അഫ്സദ, ആരാണ് ഫസാദാക്കിയത്, പ്രശ്നത്തിലാക്കിയത്, നിലാമൽ അർലി, ഭൂമിയുടെ ഘടനയെ ആരാണ് ഇല്ലാതെയാക്കിയത്, ആരാണ്, അഫ്സദഹുന്നാസു, അതിന് ഏറ്റവും ലാസ്റ്റിൽ ജനങ്ങൾ അല്ലേ. ഇനി കമ്മിൽ കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളതുപോലെ പൂരിപ്പിക്കാനാണ്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജമ്മു മുഅന്നസ് സാലിമ്, നമ്മൾ പാഠഭാഗത്തിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ആ ജമ്മു മുഅന്നസ് സാലിമിനെ കൊണ്ട് എന്ത് ചെയ്യാനാണ്, ഓരോ പദത്തിൻ്റെയും ജമ്മു മുഅന്നസ് സാലിമ് വെച്ചിട്ട് പൂർത്തിയാക്കാനാണ്. മിസാൽ, ഉദാഹരണം നോക്കൂ. അൽ മുദരിസാത്തു, മുദരിസാത്തുകൾ ടീച്ചേഴ്സ്, ദാഹിബാത്തുൻ പോകുന്നവരാണ്, ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക് അല്ലേ. അവിടെ ദാഹിബത്തുൻ എന്നതാണ് ഫിയല്, അതിൻ്റെ ജമ്മു മുഅന്നസ് സാലിം എന്താണ്, ദാഹിബാത്ത്. ഇനി ബാക്കിയുള്ളത് നമ്മൾ അങ്ങനെ ചെയ്യണം. അൽ ഔലാദു കുട്ടികൾ, യത്തനാവലൂന അവർ ഭക്ഷിക്കുന്നു അല്ലേ, യത്തനാവലൂന അവർ ഭക്ഷിക്കുന്നു. അൽ വജ്ബത്ത എന്നുള്ളത് അതിൻ്റെ ഇസ്മു, പിന്നെ അതിൻ്റെ ജമ്മു മുഅന്നസ് സാലിം എന്താണ്, അൽ വജബാത്ത് അല്ലേ. അപ്പോൾ അൽ ഔലാദു യത്തനാവലൂന അൽ വജബാത്ത. ഓക്കെ, അടുത്ത് ബാ, ഫഹസത്തു തൊബീബു, ഫഹസത്തു തൊബീബു, തൊബീബ് പിന്നെ എന്ത് ചെയ്തു, കൺസൾട്ട് ചെയ്തു, പരിശോധിച്ചു. അൽ മരീലത്ത അല്ലെ, മരീലത്ത് പറഞ്ഞാൽ രോഗി. ഇവിടെ എന്ത് ചെയ്യണം, അതിൻ്റെ ജമ്മു മുഅന്നസ് സാലിമ എടുക്കണം. അപ്പോൾ അൽ മരീലാത്ത്, അൽ മരീലാത്ത്. ഓക്കെ, മരീലാത്ത് എന്നാണ് അതിൻ്റെ ജമ്മു മുഅന്നസ് സാലിമ. ഖറഅത്തിൽ ബിന്തു, പിന്നെ പെൺകുട്ടി വായിച്ചു. അല്ലാ ഇഹത്ത് എന്നാണുള്ളത്, അതിൻ്റെ ജമ്മു മുഅന്നസ് സാലിം എന്താ, അല്ലാ ഇഹാത്ത്. ഓക്കെ ആണല്ലോ, ഓക്കെ മനസ്സിലായില്ല. അപ്പോൾ ജമ്മു മുഅന്നസ് സാലിം വെച്ചിട്ട് അതിൻ്റെ, അപ്പോൾ ദാഹിബാത്ത് പോലെ എന്താക്കുക, ഈ ബ്രാക്കറ്റിലുള്ളതിനെ ആക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി നമ്മൾ അഫ്തഖിറു ബി വത്തനി, തഫ്തഖിറു ബി വത്തനിക, നഫ്തഖിറു ബി വത്തനിന എന്നൊരു ടാബിൾ നമ്മൾ പിന്നെ പുസ്തകത്തിൽ പഠിച്ചിട്ടില്ലായിരുന്നു. അതേപോലെ ഒരു ടേബിളാണ് ഇവിടെ തന്നത്. കത്തബയാണ്, കത്തബ അക്തുബു, ഞാൻ എഴുതും, ദർസി എൻ്റെ പാഠം, തക്തുബു നീ എഴുതും, ദർസക നിൻ്റെ പാഠം, നക്തുബു നാം എഴുതും, ദർസന നമ്മുടെ പാഠം. അതേപോലെ ഇനി അടുത്ത ദഹബ, അപ്പോൾ അദ്ഹബു ഇലാ ബൈത്തി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും, തദ്ഹബു ഇലാ ബൈത്തിക നീ നിൻ്റെ വീട്ടിലേക്ക് പോകും, നദ്ഹബു ഇലാ ബൈത്തിന നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും. ഇനി ഗൊസല, ഗൊസല, ഗൊസല എന്നുള്ളത് എന്താക്കണം, അഴ്സിലു യദി ഞാൻ എൻ്റെ കൈ കഴുകും, തഴ്സിലു യദക നീ നിൻ്റെ കൈ കഴുകും, നഴ്സിലു യദൈന നമ്മൾ നമ്മുടെ കൈകൾ കഴുകും. ഇങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് ഉദാഹരണങ്ങൾ പൂർത്തിയാക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കൂ. റജ മാജിദുൻ, മാജിദ് പുറപ്പെട്ടു, വ അബൂഹു അവൻ്റെ ഉപ്പയും, മിൻ ഖത്തർ ഖത്തറിൽ നിന്ന് പുറപ്പെട്ടു, വ വസ്വല അൽ ബൈത്ത മസാൻ അവർ രണ്ടുപേരും വൈകുന്നേരം വീട്ടിലെത്തി. ബാദൽ ഇസ്തിറാഹത്തി അവരിങ്ങനെ പിന്നെ വിശ്രമിച്ചതിന് ശേഷം, ദർദഷ് മാജിദുൻ മാജിദ് ചാറ്റ് ചെയ്തു, മ അ കുമാർ കുമാറുമായിട്ട്, ആയുധത്തിൽക്ക് ദർദഷ മിൻ ഖയാലിക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ഒരു ചാറ്റിങ് നിങ്ങൾ എഴുതാൻ. അപ്പോൾ നമ്മൾ ചാറ്റിങ്, നമ്മൾ മാജിദും കുമാറും തമ്മിലുള്ള ചാറ്റിങ് നമ്മൾ പാഠഭാഗത്തിൽ എഴുതിയതാണ്. അതൊന്ന് നന്നായിട്ട് വായിച്ച് നോക്കുക കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് നോക്കൂ. ഇഖ്തരി തസ്രീഹാത്തിൽ മുനാസിബാത്ത്, ഇഖ്തർ തിരഞ്ഞെടുക്കുക, അ തസ്രീഹാത്തി ആശയം, അൽ മുനാസിബത്തി യോജിച്ച, ലി തൗഇയത്തി പിന്നെ ബോധവൽക്കരണത്തിനുള്ള, അല ഹിഫ്ലിൽ മിയായി വെള്ള സംരക്ഷണത്തിൻ്റെ ബോധവൽക്കരണത്തോട് അനുബന്ധിച്ച് വരുന്ന, അതിനോട് യോജിക്കുന്ന എന്ത് ചെയ്യാം, പിന്നെ സെൻറ്റൻസുകൾ തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തെ അൽ മാഉ സമീനുൻ വെള്ളം അമൂല്യമാണ്, ലാ തുളയ്യ് അതിനെ പാഴാക്കരുത്, വലോ കത്രത ഒരൊറ്റ തുള്ളി പോലും. ഈ ഒരു സാധനം, ഈ ഒരു സെൻറ്റൻസ് നമുക്ക് ആ മുകളിൽ തന്നിട്ടുള്ള ഒരു പിന്നെ പിക്ചർ ഉണ്ടായിരുന്നല്ലോ, അടിക്കുറിപ്പ്, അതിന് അടിക്കുറിപ്പായി കൊടുക്കാൻ പറ്റുന്നൊരു പിന്നെ വാചകമാണ് കേട്ടോ. അതുപോലെ യഹ്ദുറുൽ മാ ഒ വെള്ളം ഒഴുകുന്നു, മിന സൊമ്പൂരിൽ ആമി പിന്നെ പൊതു ടാപ്പിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകുന്നു. അൽ മുഷാറക്കത്തു
പങ്കെടുക്കൽ ഫിൽ ഇഹ്തിഫാളി അല മവാരിദിൽ മിയാഹി, വെള്ളത്തിൻ്റെ ഉറവിടങ്ങളെ സംരക്ഷിക്കുന്നതിൽ പങ്കെടുക്കുക എന്നത് മസ്ഊലിയത്തുൽ ഇജ്തിമാഇയ്യ, നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്തമാണ്. യുസ്രിഫു റജുലു, ഒരാൾ വെള്ളം പാഴാക്കുന്നു, ഇസ്തിഹ്ലാക്കിൽ മിയാഹ്, വെള്ളം പാഴാക്കുന്നതിൽ അയാൾ എന്ത് ചെയ്യുന്നു, അമിതവ്യയം കാണിക്കുന്നു. ലി വസ്ലി സയ്യാറത്തി, അദ്ദേഹത്തിൻ്റെ കാറ് കഴുകാൻ വേണ്ടി. ഹിമായത്തുൽ ബിഅത്തി, പിന്നെ പരിസ്ഥിതി സംരക്ഷണം, മിൻ വാജിബാത്തിൽ ഇൻസാനി, നമ്മൾ മനുഷ്യൻ്റെ നിർബന്ധ കാര്യത്തിൽ പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വെള്ളത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പറയേണ്ട വാചകങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തത് ഓക്കെയാണ്, അൽ മൗസമീൻ ലായ് തൊയ് വലോ കത്രത്തൻ, അല്ലേ. അതുപോലെ മൂന്നാമത്തത് എന്താണ്, അൽ മുഷാറക്കത്തു ഫി ഇഹ്തിഫാദി അല മവാരിദിൽ മിയായി മസ്ഊലിയത്തുൻ ഇജ്തിമാഇയ്യുൻ, അല്ലേ. അടുത്ത ഹിമായത്തുൽ ബിയത്തി മിൻ വാജിബാത്തിൽ ഇൻസാനി. ഇത് മൂന്നും നമുക്കതിൻ്റെ ഉത്തരമായിട്ട് കണ്ടെത്താം. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. ഇഖ്റഇൽ ഫിക്രത വായിദ് മുൽസക്കൻ മിൻഹ, ഈ ഒരു 2 വരി വായിച്ചിട്ട് അതിൽ നിന്നൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. നമ്മൾ അറബി ഭാഷയെക്കുറിച്ചിട്ടുള്ള പോസ്റ്ററൊക്കെ എഴുതിയിരുന്നല്ലോ, 2 പോസ്റ്ററുകൾ നമ്മൾ നോട്ട് ബുക്കിൽ എഴുതിയിരുന്നു. അതേപോലെ അപ്പോൾ ഒരു അറബി ഭാഷയെക്കുറിച്ചുള്ള ഒരു പോസ്റ്ററാണ് ഇവിടെ എഴുതാനുള്ളത്. ചിലപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഈ വെള്ളവുമായി ബന്ധപ്പെട്ട് ഉള്ള പോസ്റ്ററൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വരാം. അത് രണ്ടും നമ്മൾ പാഠഭാഗത്തിൽ പറഞ്ഞതാണ്. ഓക്കെ, അന ബിന്തു അദ്നാൻ, ഞാൻ അദ്നാൻ്റെ മകളാണ്. യുസമ്മൂനനി, എന്നെ പേര് വിളിക്കുന്നു ലോത്തുല്ലോദ് എന്ന് പേര് വിളിക്കുന്നു. അന മഷ്ഹൂറത്തുൻ, ഞാൻ ഫേമസ് ആണ്. ഫിൽ ഫന്നി വൽ ആദാബി, പിന്നെ കലയിലും സാഹിത്യത്തിലും. അന മുഅ്തമദത്തുൻ, ഞാൻ പരിഗണിക്കപ്പെട്ടവളാണ്. ലദൽ ഹയ്യത്തിൽ മുത്തഹിദ ഉമമിൽ മുത്തഹിദ, ഞാൻ UN പരിഗണിക്കപ്പെട്ട ആളാണ്. അന ലോത്തുൽ ഖുർആനിലേക്ക്, ഞാൻ ഖുർആനിൻ്റെ ഭാഷയാണ്. അപ്പോൾ ഇതിൽ നിന്ന് 1-2 സെൻറ്റൻസുകൾ എടുത്തിട്ട് ഒരു പോസ്റ്റർ വരയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ നിങ്ങൾക്കൊന്ന് ചെയ്ത് കാണിച്ചു. ലുഅത്തുൽ അറബിയ ലുഅത്തുൽ ഖുർആൻ, അഫ്തഖറു ബി ലുഅത്തി അൽ അറബിയ, ഞാൻ അറബി ഭാഷയെ കൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു. ഇനി എന്ത് ചെയ്യാം, ലുഅത്തുൽ അറബിയ, പിന്നെ ലുഅത്തുല്ലോദ് അല്ലെങ്കിൽ ലുഅത്തുല്ലോദ്, ബിന്തു അദ്നാൻ ലുഅത്തുല്ലോദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ നിങ്ങൾ വരച്ച് ഉണ്ടാക്കുക. അറബി ഭാഷയെക്കുറിച്ച് നമ്മൾ എഴുതിയതാണ്, നമ്മൾ പിന്നെ വരച്ചതാണ്. അതേപോലെ ഒരു പോസ്റ്റർ നോക്കി പഠിക്കുക. ഇനി അടുത്തത് 17, തർജിം ഇലാ ലുഅത്തിക്ക്, നിൻ്റെ ഭാഷയിലേക്ക് അഥവാ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. അറബി മലയാളത്തിലല്ല എഴുതേണ്ടത്, മലയാളത്തിൽ തന്നെയാണ് എഴുതേണ്ടത്. ഒക്കെ ഒന്നുകിൽ നിങ്ങൾ മലയാളത്തിൽ എഴുതുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് ചെയ്യുക. ഓക്കെ, നിൻ്റെ ഭാഷയിലേക്ക് എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾക്ക് മലയാളത്തിലേക്ക് ചെയ്യുന്നതാവും ഏറ്റവും നല്ലത്. അൽ മാഉ അസാസുൽ ഹയാത്തി, വെള്ളം ജീവൻ്റെ അടിത്തറയാണ്. യഹ്താജു ഇലൈഹി, അതിലേക്ക് ആവശ്യമാകുന്നു. ജമീഉൽ ഹയവാനാത്തി അൽ ഹയ്യ, ജീവനുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അതിലേക്ക് ആവശ്യമാണ്. അൽ മാഉ നിഅമത്തുൻ കബീറത്തുൻ, വെള്ളം വലിയ അനുഗ്രഹമാണ്. മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള വലിയ അനുഗ്രഹമാണ്. ഓക്കെ, അപ്പോൾ ഈ 17 ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് 6 പിന്നെ 10 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് 6 നമ്മൾ ഉത്തരം ചെയ്യേണ്ടത് കേട്ടോ. അടുത്തത് 21 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾ. ഓക്കെ, 18, 19, 20, 21 ഈ 4 ചോദ്യങ്ങളിൽ നിന്ന് 3 നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉത്തരം ചെയ്യേണ്ടത്. നോക്കാം. ഇഖ്റ തർജമത്ത് ഷാഇർ വായിദ അർബഅത്ത് അസ്ഇല, നമ്മളോട് ചോദിക്കുന്നത് ശ്രദ്ധിക്കണം. നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അദ്ദക്തൂർ മുഅത്തസ് അലി അഹമ്മദുൽ ഖുതുബി ഷാഇർ ഫലസ്തീൻ, ഈ ആളുടെ ഒരു പിന്നെ തർജമത്തുൽ ഹയാത്താണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ്. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനുള്ള പദങ്ങൾ ഇവിടെ തന്നിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, 4 ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കാം. മൻ, അല്ലേ, മൻ ഹുവ അദ്ദക്തൂർ മുഅത്തസ അലി അഹമ്മദ്, പിന്നെ ഐന ഉലിദ മുഅത്തസ അലി അഹമ്മദ്, പിന്നെ മത്താ ഉലിദ മുഅത്തസ അലി അഹമ്മദ്, പിന്നെ എന്ത് ചോദിക്കാം, മാഹിയ മുഅല്ലഫാത്തുഹു, മാ എന്നുള്ളത് കൊണ്ട് ഒന്നുണ്ടാക്കാം. അപ്പോൾ മാഹിയ മുഅല്ലഫാത്തുഹു എന്നങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 4 ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാക്കാം. അത് ആദ്യം ചോദിച്ചാലും 4 ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കാനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ചോദ്യചിഹ്നങ്ങളെ കൊണ്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അവസാനമായിട്ട് നമുക്കൊന്നുള്ളത് ഇത് കിസ്സത്തുൻ ദാത്തിയ ലി ലുഅത്തിനൽ ഉമ്മ,
നമ്മുടെ മാതൃഭാഷയെക്കുറിച്ച് ഒരു കഥ എഴുതാനാണ് മുസ്തഖ്ദിമൻ നിക്കാത്തി താഴെയുള്ള പോയിന്റുകൾ ഉപയോഗിച്ച്. ഇത് നമ്മുടെ പാഠഭാഗത്തിൽ വന്നപ്പോൾ നമ്മൾ എഴുതിയതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളാണ്. നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ഉളുവുമിൻ ഉസ്രത്തി ദറാഫിദിയ, ദ്രാവിഡിയൻ കുടുംബത്തിലെ ഒരു അംഗമാണ്. തുഞ്ചാത്ത എഴുത്തച്ഛൻ അഫ്തഖ്റു ബി തുറാസി, ഞാൻ എൻ്റെ കൾച്ചർ കൊണ്ട് അഭിമാനിക്കുന്നു. വനീയത്തും ബിൽ ഫുനൂനി വൽ ആദാബി, അദബുകളും കലകളെ കൊണ്ട് ഞാൻ എന്താണ് ഐശ്വര്യമാണ്. അരിവായാത്ത് വൽ മസ്രഹിയാത്ത് വൽ കിസസും, നോവലുകളും നാടകങ്ങളും കഥകളും വൈക്കം മുഹമ്മദ് ബഷീർ. ഇതാണ് പോയിന്റുകൾ. നമുക്കെന്ത് ചെയ്യാം, നമ്മളിത് എഴുതിയതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. നമുക്ക് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ലുഗത്തു മലയാളം അല്ലേ, മലയാളം ഭാഷയെക്കുറിച്ചാണ് എഴുതുന്നത്. അപ്പോൾ അന ഉളുവും മിൻ ഉസ്രത്തി ജറാഫ്, അന മാത്രമേ ചേർക്കുന്നുള്ളൂ ഒന്നാമത്തെ പോയിന്റിന് മുമ്പ്. അന ഉളുവുൻ മിൻ ഉസ്രത്തി ജറാഫിദിയ. ഓക്കെ, പിന്നെ ആ പേര് എഴുതുക. ആര്? തുഞ്ചാത്ത് എഴുത്തച്ഛൻ. ആരാണ്? അബുൽ ലുഅത്തിൽ മലയാളം. അബുൽ ലുഅത്തിൽ മലയാളം. അബു എന്ന് പറഞ്ഞാൽ വാപ്പ അല്ലെ, ഫാദർ ഓഫ് മലയാളം. അബു ലുഅത്തിൽ മലയാളം എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് അന അഫ്തഖർ, ഇവിടെയും അന ചേർത്താൽ മതി. പിന്നുള്ളതിന് അന അഫ്തഖറു ബി തുറാസി, പിന്നെ അന വനിയത്തുൻ ബിൽ ഫുനൂനി വൽ ആദാബി, വൽ റിവായാത്തി വൽ മസ്റിയാത്തി വൽ ഖിസസ്. ഇത് അങ്ങനെ തന്നെ എഴുതിയാലും മതി. പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ളത് മാത്രമാണുള്ളത്. വൈക്കം മുഹമ്മദ് ബഷീർ ഹുവ കാത്തിബുൻ മഷ്ഹൂറുൻ ഫി മലയാളം. ഇത് നമ്മൾ ഈ ഒരു പാരഗ്രാഫ് നമ്മൾ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് അതൊന്ന് വായിച്ച് നോക്കിയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. മറ്റൊന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ബോർഡിംഗ് പാസ് വരും. ബോർഡിംഗ് പാസ് വന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അത് പൂരിപ്പിക്കാൻ വരുന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ബോർഡിംഗ് പാസ് നന്നായിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, ശരിക്കും ശ്രദ്ധിക്കുക, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യുക. മസ്മുൽ മുസാഫിർ, ഈ യാത്രക്കാരൻ്റെ പേരെന്താണ്? അപ്പോൾ ആരാണ് യാത്രക്കാരൻ? രാജു അല്ലേ. ഇസ്മുൽ മുസാഫിർ രാജു. മത മുഗാദറത്ത് തോയിറ, എപ്പോഴാണ് ഈ തോയിറ പോകുന്നത്? മുഗാദറ എപ്പോഴാണ്? മുഗാദറ ടൈം ഉണ്ട് അല്ലേ, 10:30 ടൈം. അടുത്ത് മത തുഫ്തഹുൽ ബവ്വാബ, വാതിൽ അതിൻ്റെ ഗേറ്റ് എപ്പോഴാണ് തുറക്കുക? അപ്പോൾ ബവ്വാബയുടെ സമയം എത്ര? ഫതഹുൽ ബവ്വാബ അവർ തന്നിട്ടുണ്ട് 8:30 അല്ലേ, ബോർഡിംഗ് ടൈം. ഓക്കെ, മാ ഹുവ റഖമുൽ മഖഅദ്, അദ്ദേഹത്തിൻ്റെ ആ സീറ്റ് നമ്പർ എത്രയാണ്? അപ്പോൾ മഖഅദിൻ്റെ സീറ്റ് നമ്പർ അവിടെ തന്നിട്ടുണ്ട് അല്ലേ, 20A എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം ചെയ്യുക. അടുത്തത് പിന്നെ ഖറജ മാജിദ് അബിഹി ഇല ദൗലത്തി അമേരിക്ക ലിമുഷാഹത്തി മുബാറാത്തി കേസി കോപ്പ അമേരിക്ക. കോപ്പ അമേരിക്ക കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അമേരിക്കയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു? മാജിദ് സ്വദീഖുഹു കുമാർ അപ്പോൾ പദയുദർശിത, അവരൊരു ചാറ്റിംഗ് നടത്തുകയാണ്. ആ ഒരു ചാറ്റിങ് മാജിദും കുമാറും തമ്മിലുള്ള ഒരു ചാറ്റിങ് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏത് ചാറ്റിങ്ങും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണെന്ന് നമ്മൾ പാഠഭാഗത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് എഴുതി തന്നിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഒന്ന് നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് നന്നായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ.